ഹരേ കൃഷ്ണ. ഗർഗഭാഗവതം അധ്യായം 9. രാസക്രീഡാ വർണ്ണനം. ഒരിക്കൽ ബലരാമൻ ദ്വാരകയിൽ നിന്ന് ഗോകുലത്തിലേക്ക് പോകുകയുണ്ടായി. നന്ദഗോപരെ, യശോദാദേവി, ഗോപിഗോപന്മാർ എന്നിവരാൽ സസന്തോഷം സ്വീകരിക്കപ്പെട്ട അദ്ദേഹം 2 മാസം അവിടെ താമസിച്ചു. ഗോപികമാരായി ജനിച്ച നാഗകന്യകമാർ ഒരു രാത്രിയിൽ ബലരാമനുമായി സല്ലപിച്ചു കൊണ്ടിരുന്നു. ശീതളമാരുതനാലും പൂത്തുലഞ്ഞ ലതകൾ, വൃക്ഷങ്ങൾ എന്നിവയാലും മനോഹരമായിരുന്ന കാളിന്തി പുളിനങ്ങൾ അതിയായി ശോഭിക്കുകയും അവരുടെ രാസക്രീഡയ്ക്ക് ആക്കം കൂട്ടുകയും ചെയ്തു. കാട്ടിലുള്ള സഞ്ചാരം കൊണ്ടും വിഹാരം കൊണ്ടും വിയർപ്പു പൊടിഞ്ഞ മുഖാരവിന്ദത്തോടു കൂടിയ ഭഗവാൻ സ്നാനത്തിനും ജലക്രീഡയ്ക്കും വേണ്ടി വിളിച്ചപ്പോൾ വരാതിരുന്ന കാളിന്തിയെ ഹലാഗ്രത്താൽ കലപ്പയുടെ അഗ്രം കൊണ്ട് വലിച്ചുകൊണ്ട് 100 നുറുക്കിക്കളയുമെന്ന് പറഞ്ഞു. കാളിന്തി നദി തൻ്റെ തെറ്റു മനസ്സിലാക്കി പൊറുക്കുവാൻ അപേക്ഷിച്ചപ്പോൾ ഭഗവാൻ പ്രസന്നനായി. നദിയിൽ സ്നാനം ചെയ്ത് അതിൽ നഷ്ടപ്പെട്ട സ്വർണവും രത്നങ്ങളും ഗോപികമാർക്ക് കൊടുത്ത് ബലരാമൻ ആകർഷിക്കപ്പെട്ട കാളിന്തി നദി വളഞ്ഞു തന്നെ ഒഴുകുന്നു. ബലരാമനാൽ ആകർഷിക്കപ്പെട്ട കാളിന്തി നദി വളഞ്ഞ് ആണ് ഒഴുകുന്നത്. ഹരേ കൃഷ്ണ.